beautiful and marvelous. It's a gift of God for us and for eternal love. Come, Samkuti. അയ്യടാ, ഷീറ്റ് വിരിക്കുന്ന കണ്ടില്ലേ? ജോയിച്ചിനെ കൊണ്ട് മാറിക്കേ. ഇങ്ങിതാ. അയ്യോ തമ്പുരാനെ, ഇതിപ്പോ അപകട വായനയല്ലോ. ഇതെന്നാത്തിനെ ഇപ്പൊ കയറ്? ഒരു ശ്രദ്ധയുമില്ല. കാമുകി കാമുകന്മാരും കിടക്കാൻ പോകുന്ന സ്ഥലമാണ്. അതിന്റെ മുമ്പിൽ കൂടെ നയകെട്ടി വെച്ചാൽ എങ്ങനെയാ? ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും തൂങ്ങിച്ചാകാൻ പ്രേരണയുള്ളവരാ. ഏത് നേരത്താ ഇതിങ്ങളുടെ മനസ്സിൽ ഓരോ കുരുത്തക്കെട്ട് തോന്നുന്നതെന്ന് ആർക്കറിയാം? ഈ ചോദിച്ചിട്ട് ഇത് എന്നാത്തിന്റെ കേടാ? പ്രേമിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്നൊന്നും യാതൊരു നിയമവും ഇല്ല ഈ ലോകത്ത്. നിനക്ക് എന്നെ അറിയാം കാമുകി കാമുകന്മാരെ കുറിച്ച്? നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ നിൽക്കല്ലേ എൻ്റെ ആൻസിയെ. തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നീ വരുന്നതിനൊക്കെ കുറെ മുമ്പാ ഇവിടെ ഒരു ചെറുക്കനും പെണ്ണും കാമുകി കാമുകന്മാരായിരുന്നു. എന്ന് വെച്ച് ഇവർ ഒന്നിച്ച് നടക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം നമ്മുടെ പടിഞ്ഞാറ് റബ്ബർ മരത്തെ വന്നേ ഇവർ തൂങ്ങിക്കിടക്കുന്നു ആൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നു. വെട്ടുകാരൻ ബാപ്പി വെളുപ്പിന് നെറ്റുവിളക്കും വെച്ച് വെട്ടാൻ പോയി. അന്നേരം അവൻ്റെ നെറ്റിൽ എന്തോന്ന് ഓരോസി. അവൻ നോക്കുമ്പം രണ്ടും കൂടെ തൂങ്ങിക്കിടന്ന് ആടുക. അവൻ അലറിക്കൊണ്ട് ഓടി തൊട്ടിച്ചാടി. 500 രൂപ വില വരുന്ന നെറ്റുവിളക്ക് എവിടെ പോയി എന്തോ ആർക്കറിയാം. ബാപ്പി ഒരു മാസം പനിച്ചു കിടന്നു. ഇപ്പോഴും ഇടക്കിടക്ക് അവനെ ഞെട്ടലുണ്ട്. ആ മരവും ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. നേരം വെളുത്ത് 8 മണിയാകുമ്പോഴത്തേനും 3 ചിരട്ട പാല് തരുന്ന മരമായിരുന്നു. വെട്ടിക്കളഞ്ഞില്ലേ? എന്നാ നമുക്ക് കിടന്നാലോ? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയില്ല. ആരെങ്കിലും കണ്ടാൽ? Come, Samkuti. Thank you, uncle. അയ്യോ അടയ്ക്കണ്ട ചേച്ചി. ആനി പറയുന്നത് കതകും ജനലും ഒക്കെ തുറന്നിട്ട് മിന്നാമിന്നുങ്ങളെ ഇങ്ങ് അകത്തോട് ക്ഷണിക്കാമെന്നാ. അത് നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ട് ജനലും കഥവൊക്കെ അടയ്ക്കുന്നതാ നല്ലത്. ഞങ്ങളെ ദൈവം പരിപാലിക്കും ചേട്ടാ. നിന്റെ അപ്പനെയും ചേട്ടന്മാരെയും കുളപ്പറയും പക്കനെയും ആ ദൈവം തന്നെ പരിപാലിക്കുന്നു. കർത്താവിനെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ ചോദിച്ചേട്ടാ, ഞങ്ങൾക്ക് സങ്കടമാവും. അല്ല അത് ഞാൻ ഈ വെറുതെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലയോ. നേരെ ഒരു പടം നിങ്ങൾ പോയി കിടന്നു. Good night, Chechi. ഗുഡ് നൈറ്റ്. ഇതെന്നാ ചോദിച്ച തോക്കുമായിട്ട്? ഇതിലിപ്പം ഇത്ര ചിരിക്കാൻ എന്നാ ഇരിക്കുന്നു? എൻ്റെ ഇച്ചാച്ചൻ്റെ തോക്കാ. എന്തുമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും വെടിവെച്ചിട്ട് തോക്കാ ഇത്. ഇതിനിപ്പം കാമുകി കാമുകന്മാരെ കാത്തു രക്ഷിക്കാനുള്ളതാ. നാളെ പിള്ളേരോട് ഇവരാരാന്ന് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡൽഹിയിലെ കറിയാച്ചന്റെ കൂട്ടുകാരാ, നാട് കാണാൻ വന്നാന്ന് പറയണം. എങ്കിൽ ആ വിവരം ചെറുക്കനെയും പെണ്ണിനെയും നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് പറയും. പിള്ളേരാകെ പ്രശ്നത്തിലാകുകയും ചെയ്യും. നിന്റെ പിള്ളേരല്ലയോ? നിങ്ങൾ എന്നാ പറഞ്ഞത്? എന്റെ പിള്ളേരോ? അന്നേരം നിങ്ങളുടെ പിള്ളേരല്ലേ? ഇപ്പൊ എനിക്ക് മാത്രമായോ ഉത്തരവാദിത്വം? നീ ഒന്ന് പിണങ്ങാതിരി ഡാൻസിൽ കൂടവേ. ഒരക്ഷരപ്പശക് പറ്റിപ്പോയതല്ലയോ? നീ അങ്ങ് ക്ഷമി. നീ എന്നെ നല്ലോണം കെട്ടിപ്പിടിച്ചേ. എന്നാലും എനിക്ക് കാമുകി കാമുകന്മാരുടെ കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ കിടക്കന്നെ ചോദിച്ചാ എനിക്ക് ഉറക്കം കൊണ്ടൊന്നും മേല. ഇപ്പം അവരെന്നായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളെപ്പോലെ എപ്പോഴും ഭ്രാന്താണോ എല്ലാവർക്കും? അവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അല്ലാതെ തന്നെ ഒന്ന് ഉറങ്ങിക്കേ.
കേറ്. Dad? How surprising. എപ്പോ വന്നു? മോളുവാ 16 വയസ്സിൽ ഈ മഹാനഗരത്തിലെത്തിയതാ ഞാൻ. No prologue, Daddy. Please. It's boring. ഇതൊക്കെ ഞാൻ ഒരു പാട്ട് അവനെ കേട്ടിട്ടുള്ളത്. What can I do for you? അത് പറ. ആനി, ഇറ്റ്സ് നോട്ട് ഗുഡ്. പ്ലീസ് വെയിറ്റ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഡോണ്ട് ബി സോ ഇൻടോളറബിൾ. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് നിന്നെ ശാസിച്ചിട്ടുമില്ല. നിന്റെ ഇഷ്ടം പോലെ JNU വിട്ടു പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ തരപ്പെടുത്തി നീ ഇവിടെ തന്നെ കൂടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് കഴിച്ചു കൂട്ടാമെന്ന് ആഗ്രഹിച്ച VRS ഒക്കെ എടുത്ത് ഡൽഹി വാസം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത്. പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ Daddy, പ്ലീസ്, ഐ എം ഗെറ്റിംഗ് ഓൾഡ് ആനി. ഐ വിഷ് ടു സ്പെൻഡ് മൈ ആഫ്റ്റർ ഇയേഴ്സ് ഇൻ പീസ്. മോള് ഞാൻ പറയുന്ന അനുസരിക്കണം. എല്ലാം മറന്ന് മനസ്സൊന്ന് ദൈവത്തിൽ അർപ്പിച്ച ഒരുപക്ഷെ I am the light of the world. Anyone who follows me will never walk in the darkness, but will have the light of life. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! Now let us bless each other. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. I don't believe in marriage. ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിരുന്ന JNUൽ ഒത്തിരി പേരും മാരേജിൽ ബിലീവ് ചെയ്യുന്നില്ല. But I love you very much, Samkuti. I wish to share my love and life with you because you're a good singer and dancer. സാംകുട്ടിയുടെ സോങ്ങും ഡാൻസും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു.